അപ്പോൾ ന്യൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു 3D ഡ്രോയിങ് ആണ്, ഹാൻഡ് വെച്ചിട്ടുള്ള ഒരു 3D ഡ്രോയിങ്. നമുക്ക് അതിനായിട്ട് ജസ്റ്റ് ഒരു ഹാൻഡ് ഒരു അടയാളം വരയ്ക്കും. നിങ്ങളുടെ തന്നെ കൈയുടെ അടയാളം ആരുടെയെങ്കിലും കൈയുടെ ഒരു അടയാളം വേണം. ഇതുപോലെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളതൊന്നുമില്ല ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കൂടി ഒരു ഡ്രോയിങ് വരയ്ക്കണം. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു ഏതെങ്കിലും ഗ്രീൻ ഷെയ്ഡോ ഏതെങ്കിലും ഷെയ്ഡ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ മിഞ്ഞാമിഞ്ഞൊരു ഷെയ്ഡ് ടേസ്റ്റ് എടുക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ടേസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതിൽ വരരുത്, ഇതിൽ കൊള്ളാണ്ട് വരയ്ക്കുക. അപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. അങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇത് പോയി വരച്ചിട്ട് ടേസ്റ്റ് ഇത് വരച്ച് കാണിച്ചു തരാം. ഈ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടിയാണ് ടേസ്റ്റ്. നമ്മളോട് ഒരു കാര്യം മറന്നു പോയിട്ട് നമ്മുടെ നെയിലുണ്ടല്ലോ നഖത്തിൻ്റെ അത് മാത്രം ഞാൻ അതിൽ വരക്കാനായിട്ട് വിട്ടു. ഇത്രയും ചെയ്ത് എനിക്ക് അയ്യോ നഖം വരച്ചില്ലല്ലോ ടേസ്റ്റ്. ഞാൻ ജസ്റ്റ് നഖവും കൂടി ഒന്ന് വരച്ചെടുക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വരക്കുക ശ്രദ്ധിക്കുക മാക്സിമം. വരച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞാൽ മാത്രമുള്ള ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ നഖത്തിലൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നെയിൽസും കൂടി ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശരി നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഏത് കളറാണ് വെച്ചാൽ ഇതാ കളർ നമുക്ക് ഏത് ആവശ്യം ചെയ്യാം. സമയം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. നെയിൽസുമില്ല ഇങ്ങനെ വരയ്ക്കുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് എല്ലാത്തിനും ഇതിങ്ങനെയുണ്ട് ഇതും കൂടി ആയിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് വരക്കോട്ടെ. നമുക്ക് ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ വരയ്ക്കുന്നതാണ്. നല്ല പൊളി റിസൾട്ട് ഡ്രോയിങ് കൂടിയാണ്. പോകുമ്പോഴത്തേക്ക് ഏതായാലുമൊക്കെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം എന്ത് ചെയ്താലും നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കാം. പിന്നെ തന്നെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം ഡേയ്സ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇങ്ങനെയായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് വരച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ടേസ്റ്റ്. ഫ്രണ്ട്സ്, അപ്പം ഞാനിവിടെ ട്യൂബിങ് എടുത്തിട്ടുണ്ട് ടേസ്റ്റ്. നമുക്ക് സൈഡമേൽ മാത്രമായിട്ട് വരച്ചെടുക്കും. നിങ്ങളുടെ ഷെയ്ഡ് മനസ്സിലെന്നുണ്ടെങ്കിൽ സാധാ ഇത് അല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ടേസ്റ്റ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് തന്നെ സൈഡിലായിട്ട് ഈ നെയിലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഷെയ്ഡ്സ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇതിലുണ്ട്. ഇതുപോലെ ഇങ്ങനെ വരച്ച് ഇതുപോലെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. പിന്നെ നമുക്ക് ഇതുപോലെ നെയിൽസ് പിന്നെ ശരിയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് 3B എടുത്തിട്ടുണ്ട് ടേസ്റ്റ്. 3B എടുത്തിട്ടുണ്ട്. നമുക്ക് 3B ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനെ. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലായിടത്തും ഒരു 3B വെച്ചിട്ടൊന്ന് 10B യൂസ് ചെയ്യാത്ത ഈ ഒരു നെയിൽസിൻ്റെ അടുത്തൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ജസ്റ്റ് ഒരു 3B വെച്ചിട്ടൊന്ന് ബോർഡർ വരച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ബോർഡർ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ
സിമ്പിളായിട്ട് നമുക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ കാര്യങ്ങളൊക്കെ വരച്ചോട്ടെ. നമുക്കെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഷെയ്ഡിങ് ചെയ്യാം ടേസ്റ്റ്. അപ്പോൾ ഷെയ്ഡിങ് ആയിട്ട് ഞാൻ പോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ബിസ്റ്റ് തന്നെ ജസ്റ്റ് എന്തെങ്കിലും ശേഷം നമുക്കിങ്ങനെ ഞാൻ ജസ്റ്റ് എന്താ വെച്ചാൽ ഇതുപോലെ ഷെയ്ഡിങ് ചെയ്യാൻ പോകട്ടെ. ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ വന്നിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കളി ടേസ്റ്റാണെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. എടുക്കുക. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡിങ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൈഡ് മാത്രം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ടേസ്റ്റ്. ഇനി നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് 3 പീസ് തന്നെ ഒന്ന് ഇവിടേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ അത്യാവശ്യം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിപാടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ 3 പീസ് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കുക. അതേ സമയം കണ്ടിട്ടൊന്ന് ഷെയ്ഡ് എടുക്കുക. നമുക്കൊന്ന് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തിട്ടുണ്ട് ഡ്രേസ്. ഞാനിപ്പോൾ നമ്മുടെ പരിപാടി ഇങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞോട്ടെ. നമ്മുടെ ഇവിടെ സംഭവം കേസ് അപ്പം നമ്മളത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സംഭവം റെഡിയാക്കി ചെക്ക് ചെയ്തിട്ടുണ്ട് ടേസ്റ്റ്. ഇനി നമുക്കിത് കൺസിഡർ ഇതാണ് നമ്മുടെ ഫൈനൽ കേസ്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടല്ലേ നമ്മളെ 3D ആയിട്ടുണ്ടോ കംപ്ലീറ്റ് 3D ഡ്രോയിങ്ങായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം. ഇത്രയുള്ള ടേസ്റ്റ് നമ്മുടെ ഡ്രോയിങ് എങ്ങനെയുണ്ടെന്ന്